നമസ്കാരം എല്ലാവർക്കും ബാക്ക് പാക്ക് ട്രാവൽ വിത്ത് ഫുഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വൈപ്പിനിലെ അറക്കൽ ഹാർബറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മീൻ കൊണ്ടുവരുന്നതും ഇറക്കുന്നതും അങ്ങനെ പല സീൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോട്ടിന് പുറത്തുള്ള കാഴ്ച ഞാൻ ഏകദേശം കണ്ടു. നമുക്ക് ബോട്ടിന് അകത്ത് എന്താ നടക്കുന്നതെന്ന് നോക്കാം. എന്ത് സൈസാ നോക്കിയതിന് ഇതില്ലാന്നൊന്നു നമ്മുടെ കപ്പിത്താൻ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? ചേട്ടന്റെ പേരെന്താ? ആൽവിൻ. ഈ ഒരു ബോട്ട് കടലിലേക്ക് ചെന്ന എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മീനൊക്കെ എടുത്തിട്ട് തിരിച്ചു വരാറ്? 8 ദിവസം 9 ദിവസം 7 ദിവസം അങ്ങനെ ആവും. അപ്പൊ ഈ ബോട്ടില് നിങ്ങൾ പോകുമ്പോ എത്ര പേരുണ്ടാവും ഇതിന്റെ ഉള്ളില്? 14 പേരുണ്ട്. ചേട്ടനാണ് ഈ ബോട്ടിന്റെ കപ്പിത്താൻ അല്ലേ? എന്തൊക്കെ തരം മീൻ അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക്? അതോ കിട്ടണ മീനെല്ലാം നിങ്ങള് കിട്ടണ എത്ര കിട്ടുമോ അതെല്ലാം കൊണ്ടുവരും. അപ്പൊ എല്ലാ ദിവസവും രാവിലെ തൊട്ട് രാത്രി വരെ വരും. അപ്പൊ ഫുഡൊക്കെ അവിടെ ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾ ഈ 8 ദിവസത്തേക്കുള്ളതൊക്കെ പാക്ക് ചെയ്തെടുക്കും അല്ലേ? സ്റ്റിയറിംഗ് പിടിക്കാനാണ്. എങ്ങനെയാ സ്റ്റിയറിംഗിന്റെ ഒരു പിടിച്ചോ കൈ വെച്ച്. Oh my god guys, I am the captain of this ship. അല്ലേ ആൽബിൻ ചേട്ടാ? ഭയങ്കര പാട്, ഭയങ്കര ശക്തി വേണ്ടി ചെയ്യാൻ. അതാണ് ഇങ്ങനെ ഇരിക്കണ. ഓക്കെ. അപ്പൊ ഈ മറ്റേ തിരമാലയൊക്കെ വരുമ്പോ പിടിച്ച് വളച്ചൊടിക്കണം അല്ലേ? ചേട്ടൻ എത്ര വയസ്സ് തൊട്ടായി തുടങ്ങിയ ഇത്? എപ്പോഴാണ് ക്യാപ്റ്റൻ ആയത് ചേട്ടൻ? 1987 ക്യാപ്റ്റൻ. 1984 7 ഞണ്ട്. ഇതൊരു വലിയ ഞണ്ട്. ഇവിടെ ഫ്രീസറാണ്. ഓ മൈ ഗോഡ്. ബോട്ടിന്റെ താഴെ സ്റ്റോർ റൂം പോലെ. ഇവിടെയാണ് അവര് നേരത്തെ ഇവിടെ ഈ ബോട്ടിന്റെ ക്യാപ്റ്റനോട് നമ്മൾ സംസാരിച്ചല്ലോ. ആ ചേട്ടനോട് സംസാരിച്ചപ്പോ ആ ചേട്ടൻ പറഞ്ഞത് 8 ദിവസം ഇവര് പോയി നിന്നിട്ട് കൊണ്ടുവരുന്ന മീൻ ഫിഷാണ് ഇതൊക്കെ. അപ്പൊ അവര് സ്റ്റോർ ചെയ്യുന്നത് ഐസ് ഇട്ട് ഇങ്ങനെ ബോട്ടിന്റെ അണ്ടർഗ്രൗണ്ട് ബേസ്മെന്റ് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റോർ റൂമാണിത്. നല്ല തണുപ്പുണ്ട്. ഇവിടുന്ന് പൊക്കി മുകളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നിന്നാ മറ്റേ ആ ഒരു സ്ലൈഡ് പോലത്തെ സാധനത്തിന് ഇങ്ങനെ തള്ളി വിടും അല്ലേ? ഓ അപ്പൊ ഈ മീൻ കൊണ്ടുപോകണില്ലേ? കുറച്ച് കഴിയുമ്പോ കേട്ടു. ഓ അപ്പൊ ഓരോ ടൈം വെച്ചിട്ടാണോ ചെയ്യണേ? ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ബോട്ട് കണ്ടു, ബോട്ടിനുള്ളിലെ കാഴ്ചകൾ കണ്ടു, ഫ്രീസർ കണ്ടു, കപ്പിത്താനോട് സംസാരിച്ചു, പിന്നെ മീൻ ഇറക്കുന്നത് കണ്ടു. ഇനി നമ്മുടെ മെയിൻ ഭാഗം, നമുക്ക് ഫുഡ് ഉച്ചയ്ക്ക് മീൻ കഴിക്കണമെങ്കിൽ എന്താ? മീൻ വാങ്ങണം. അപ്പൊ ഇവിടുത്തെ ലേലം വിളി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിന്റെ ഒച്ചയും ബഹളമൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നമുക്ക് ലേലം വിളിയിലേക്ക് അങ്ങോട്ട് കയറാം. തകർത്ത ലേലം വിളി നടക്കാണ്. 88, 89. എല്ലാരും ഒരു എനർജി ഉണ്ടോ? ഏത് മീൻ വാങ്ങുന്നുള്ള കൺഫ്യൂഷൻ ആണ്. കാരണം എല്ലാം നല്ല ഫ്രഷ് അടിപൊളി മീൻ. അപ്പൊ നമ്മളിവിടെ മീൻ വാങ്ങാനുള്ള പ്ലാനിലാണ്. ഓക്കെ. അപ്പൊ ഇവിടെ മീനൊക്കെ വരുന്നത് ഇങ്ങനെ പെട്ടിയായിട്ടാണ്, പെട്ടി കണക്കിനാണ് വരുന്നത്. അപ്പൊ നമ്മളിവിടെ നമ്മൾക്ക് ആവശ്യമുള്ള മീൻ വാങ്ങാനായിട്ട് പോവാണ്. ഓക്കെ, മീൻ വാങ്ങാം. അപ്പൊ ഫൈനലി നമുക്ക് നമ്മുടെ ഫിഷ് കിട്ടി, നല്ല ഫ്രഷ് അയലമീൻ കിട്ടി. ഇനി നമുക്കിതിനെ കറി വെക്കണം. നമ്മൾക്ക് വൈപ്പിൻകാരുടെ സ്പെഷ്യൽ മീൻകറി ഇവിടെ ഉണ്ടാക്കി തരാൻ ഒരാൾ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മൾ രാവിലെ പറഞ്ഞ ഡെസ്റ്റിനേഷനിലെത്തി.
ഇവിടെ നമ്മളൊരു സ്പെഷ്യൽ മീൻകറി ട്രൈ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മീൻകറി ആരാ നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നതെന്ന് അറിയോ? അജിതാൻറ്റി കമോൺ. ഹലോ. ഹലോ. വൈപ്പിൻ സ്പെഷ്യൽ മീൻകറി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ഈ മീൻകറിയുടെ പ്രത്യേകത? ഇതിൽ പ്രത്യേകതയായിട്ടൊന്നുമില്ല. നമ്മൾ തേങ്ങ അരയ്ക്കുന്നില്ല, പുളി ചേർക്കുന്നില്ല, വിനിഗർ മാത്രം ചേർത്തിട്ട് വയ്ക്കണം. 2 ദിവസം ഇരുന്നാലും കേടാവില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് ഉള്ള ഇൻഗ്രീഡിയൻസ്, ചേരുവകൾ എന്തൊക്കെയാണ്? നമ്മുടെ മെയിൻ അയിലയാണ് കിട്ടിയത്. അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്ത് പെരട്ടി മസാല പെരട്ടി വെക്കുക. മീൻ നന്നായിട്ട് വരഞ്ഞു വെച്ചേക്കാണ്. പെരട്ടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് അവിടെ വെക്കുക. അതിനുശേഷം ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പിലൊക്കെ കൂടി നന്നായിട്ട് വഴറ്റിയിട്ട് ഇത് മീൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് മീൻ. ഇനി കൂട്ടുകളൊക്കെ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇടുക, മഞ്ഞപ്പൊടി, ഇനി ഉപ്പ് 2 ടീസ്പൂൺ. ഓക്കെ, എത്രയ്ക്ക് വേണം വെള്ളം? കുറച്ചുകൂടി ഞാൻ പറയാം. നല്ലപോലെ മീനിലേക്ക് ഇതൊക്കെ പെരട്ടി എത്ര നേരം ഇങ്ങനെ വെക്കണം? അത് 10 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. അപ്പത്തേക്ക് നമ്മുടെ ഉള്ളി ഇതൊക്കെ മൂപ്പിച്ചെടുക്കില്ലേ, അത്ര നേരം ഇരുന്നോട്ടെ. ആ എണ്ണയിൽ തന്നെയാണ് നമ്മളിത്. ഓക്കെ ഓക്കെ. നമ്മൾ വെളിച്ചെണ്ണയിലല്ലേ ഫ്രൈ ചെയ്തെടുക്കണം? നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ. അപ്പം നമ്മൾ മസാല പുരട്ടി കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി നമ്മളിപ്പോൾ നാടൻ രീതിയിൽ അടുപ്പ് കത്തിക്കാൻ പോവാണ്. അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് നമുക്ക് ചട്ടി ചൂടായി കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ വെളിച്ചെണ്ണ അങ്ങോട്ട് എടുക്കുക, ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 2 തണ്ട് കരിവേപ്പിലയും കൊണ്ടിട്ട് ആദ്യം കറിവേപ്പില ഇടാം. കരിവേപ്പില ഇടും. അതെന്തിനാന്ന് വെച്ചാൽ ഒരു ഫ്ലേവറും കിട്ടും, പിന്നെ അടി പിടിക്കാതെ പെട്ടെന്ന് നമുക്ക് വറുത്ത് പോകാം. ഇവനെ അവിടെ കിടന്ന് മൊരിയട്ടെ. നല്ലപോലെ മൊരിയണം. ഏയ് കുറച്ച് ലൈറ്റ് പകുതി മതി. ഇതിനെ പതുക്കെ മറിച്ചിടാം. ആയോ? അപ്പം നമ്മളങ്ങനെ നമ്മുടെ പകുതി വെന്ത മീൻ അങ്ങനെ എടുക്കുകയാണ്. ഞാനിടാം. ഞാൻ ട്രൈ ചെയ്യട്ടെ. ഓക്കെ. എല്ലാം ഇടുവല്ലേ നമ്മൾ ഇത്തവണ? നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. സെക്കൻഡ് സെറ്റ് നമ്മുടെ റെഡിയായി. അപ്പൊ നമുക്ക് എടുത്താലോ? ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ടോ. നമുക്ക് കറിവേപ്പില ഇടട്ടെ. ഇനി ശകലം ഉപ്പിട്ടോ, അപ്പൊ വേഗം കുഴന്ന് കിട്ടും. എത്ര വേണമെന്ന് പറയണേ? കുറച്ചിട്ടാ മതി. നമ്മൾ മറ്റേലൊക്കെ ഉപ്പ് ചേർത്തേക്കണാണ്. മതി. ഇത് സവാള ഇങ്ങനെ നല്ല പോലെ വഴറ്റണം. ശരിക്ക് ബ്രൗൺ കളർ വരികയാണെങ്കിൽ നല്ലത്. നമ്മുടെ സമയക്കുറവുകൊണ്ട് അത്രയും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഞാൻ ഇളക്കട്ടെ. നമ്മുടെ സവാള ഇങ്ങനെ നല്ല പോലെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഏതാണ്ടൊക്കെ ഓൾമോസ്റ്റ് ആയി, പാകമായി തുടങ്ങി. നല്ല പോലെ അതിങ്ങനെ. അതെ, ആ ഒരു സ്റ്റേറ്റിലായി. അതെ. ഇനി നമുക്കിനി നമ്മള് അയല ഇടും. അതിന് മുന്നേ ഒരു പാട്ട്. ആയിക്കോട്ടെ. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്,
വിനാഗിരിയിട്ട് വെച്ച നല്ല അയലക്കറിയുണ്ട്. നമ്മൾ തന്നെ കൈയടിക്കുന്നു. ഇനി നമുക്ക് അയല ഇടാം. അതെ, മൊത്തത്തില്. എന്നിട്ട് അവനെ പതുക്കെ ഇളക്കണം അല്ലെ, അല്ലെങ്കിൽ ആ വിനിഗർ എടുത്തോളൂ. നമ്മളങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ചുറ്റിച്ചൊഴിച്ചോളൂ. ഒഴിക്കട്ടെ? അധികം ഒഴിക്കണ്ട, കുറച്ച്. എത്ര വേണം? ആ മതിയാവും മതിയാവും. ആ വെളിച്ചെണ്ണ ഇത്തിരി എടുത്തോ, കുറച്ച് കരിവേപ്പിലെടുത്തോ. ഓക്കെ, സെറ്റായി. ആ സെറ്റ്. ഇനിയില്ലേ, കഴിഞ്ഞ നമ്മുടെ മീൻകറി റെഡി. റെഡിയായി. ഇനി ഉപ്പൊന്ന് നോക്കിയേ. ഉപ്പുണ്ടോ? ഉപ്പുണ്ട്. പുളിയുണ്ട്. പുളിയുണ്ട്. മതി. അയിലയുടെ സ്വാദുണ്ടോ? നല്ലപോലെ ഉണ്ട്. അപ്പൊ നമുക്ക് ഊണ് കഴിച്ചാലോ? ചൂട് ചോറും അജ്ദാൻഡിയുടെ നമ്മുടെ വൈപ്പിന്റെ സ്പെഷ്യൽ മീൻകറി കൂട്ടി കഴിച്ചിട്ട് കൈ കടിക്കരുത്. ഒന്ന് വെന്ത് ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ അജ്ദാൻഡി പോയിട്ട് ചോറൊക്കെ ഒന്ന് എടുത്തു വെക്കും. അപ്പത്തേക്കും ഞാൻ മീൻപിടുത്തം ഒന്ന് ട്രൈ ചെയ്തിട്ട് വരാം. ഉഷാറായി മീൻ പിടിച്ചിട്ട് വരൂ. അടുത്ത പരിപാടി നമുക്ക് ആ മീനിലേക്ക് പോവാം. അതെ, നമ്മുടെ മീൻപിടുത്തം ഫ്ലോപ്പായി പോയി. ഒരൊറ്റ മീൻ പോലും എനിക്ക് കിട്ടിയില്ല. ആ ഏരിയയിലോട്ടേ വന്നില്ല. തോറ്റ് തിന്നാൻ വേണ്ടി വന്നില്ലേ? നമ്മുടെ സ്പെഷ്യൽ കറി കൂട്ടി, മീൻ കറി കൂട്ടി അങ്ങോട്ട് ഊണ് കഴിക്കുക. അതാണ് മെയിൻ ആയിട്ട്. അതാണ് ഞാൻ അവിടെ നിർത്തി വെച്ചത്. പിന്നെ ആവാ മീൻപിടുത്തം. വിളമ്പിയാലോ? ഓക്കെ, സെറ്റ്. ചൂട് ചോറും എന്ത് ലുക്കാ നോക്കിയേ. ഓ, സ്മെല്ല് സൂപ്പർ. ആദ്യത്തെ ഉരുള ഞാൻ വായിത്തരാം പ്ലീസ്. യെസ്, സൂപ്പർ. ഇനി ഞാൻ തരാം. കുറച്ചും കൂടെ. സൂപ്പർ അല്ലേ? കൊള്ളാം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് അജ്ദാൻഡി, ഈ ഒരു അടിപൊളി ഫിഷ് കറി നമ്മൾക്ക് ഉണ്ടാക്കി തന്നതിൽ. ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഫ്രഷ് അയലമീനിൻ്റെ സ്വാദും ആ വിനെഗറിൻ്റെ പുളിയും എല്ലാം കൂടെ പിടിച്ച് ഒരു അടിപൊളി ഒരു എനിക്ക് തോന്നുന്നു ഈ വിനെഗറിൻ്റെ പുളിക്ക് എന്തോ ഒരു വേറെ സ്വാദ്. സാധാരണ കുടംപുളി ഇട്ട് കഴിക്കുന്ന മീനിൻ്റെ അല്ല, ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് നമ്മൾക്ക് ഈ ഒരു വിഭവം പരിചയപ്പെടുത്തി തന്നതിനും ഇതുണ്ടാക്കി തന്നതിനും. ഇന്നത്തെ ബാക്ക് ട്രാവൽ വിത്ത് ഫുഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഈ വൈപ്പിൻ എക്സ്പ്ലോറേഷൻ ഇവിടെ കഴിയുന്നു. ഇനി അടുത്ത വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പത്തേക്കും ബൈ ബൈ.